السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുൻ ഖൈറൻ മിൻഹുൻ എന്നാരംഭിക്കുന്ന ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. പറയാണ്, ഒരു സമൂഹം മറ്റൊരു കൂട്ടരെ കളിയാക്കരുത് എന്നുള്ളത്. സുഖ്രിയ എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമായ സഹോദരനെ ഇകഴ്ത്തുന്ന വാക്കാവട്ടെ പ്രവർത്തനമാവട്ടെ അതെല്ലാം അതിൽ ഉൾക്കൊണ്ടു. കളിയാക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കളിയാക്കുക എന്ന് പറഞ്ഞാൽ അത് അറിയിക്കുന്നത് ആരാണോ കളിയാക്കുന്നത്. എൻ്റെ ഒരു മുസ്ലിമായ സഹോദരനെ ഒരാൾ കളിയാക്കുകയാണെങ്കിൽ ആ കളിയാക്കുന്നവൻ, ആ പ്രവൃത്തി ചെയ്യുന്നവന്റെ ഉള്ളിലെ സ്വന്തത്തിലുള്ള ഉജ്ബ് അതറിയിക്കുന്നൊരു കാര്യമാണ് ആ കളിയാക്കുക എന്നുള്ള പ്രവൃത്തി. അതുപോലെ തന്നെ മറ്റൊരു മുസ്ലിം അത് ഈ കളിയാക്കുന്ന വ്യക്തിയുടെ ഉള്ളിലെ മോശപ്പെട്ട സ്വഭാവത്തെയും അവന്റെ മോശപ്പെട്ട പെരുമാറ്റത്തെയും എല്ലാം അറിയിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ മറ്റൊരു മുസ്ലിമിനെ വില കുറച്ച് കാണുന്ന, പുച്ഛിക്കുന്ന, നിന്ദിക്കുന്ന ഏതൊരു പ്രവർത്തനവും ഷെർറ് നിറഞ്ഞ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ബിഹസ്ബി ഇംറിഇൻ മിനശ് ശർ അൻ യഹ്ഖിറ അഖാഹു അൽ മുസ്ലിം. തന്റെ മുസ്ലിമായ സഹോദരനെ പുച്ഛിക്കുക എന്നുള്ളത് ഒരുത്തനിലുള്ള ഷെറിനെ അറിയിക്കുന്ന കാര്യമാണ് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കളിയാക്കാൻ പാടില്ല, അവനെ പുച്ഛിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പറഞ്ഞു, വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു കൂട്ടം സ്ത്രീകളും അതുപോലെ മറ്റ് ഒരു കൂട്ടം സ്ത്രീകളെ ഇതുപോലെ ചെയ്യരുത്. ചിലപ്പോ അവർ കളിയാക്കപ്പെട്ടവർ കളിയാക്കുന്നവരെക്കാൾ ഉത്തമരായിരിക്കും, നല്ല സ്വഭാവമുള്ള, നല്ല കാര്യങ്ങളുള്ള, നല്ല ഗുണങ്ങളുള്ള, തഖ്വയുള്ള ആളുകളായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ഈ ആയത്തിൽ പറഞ്ഞു, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യരുത്, കുത്തുവാക്കുകൾ പറയരുത്. ഇവിടെ ലംസ് എന്നുള്ള പദം അത് വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുന്നതിനാണ്. അതേസമയം ഹംസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം കൊണ്ടാണ്. ഇപ്പൊ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അതിൽ ഹുമസ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം കൊണ്ട് ഒരാളെ കുത്തി വേദനിപ്പിക്കുന്നതിനാണ് പറയുക. ലുമസ എന്ന് പറഞ്ഞാൽ വാക്ക് കൊണ്ട് ഒരാളെ വേദനിപ്പിക്കുന്നതിനാണ് പറയുക. ഇവിടെ പറയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ, ഇവിടെ നോക്കുക അല്ലാഹു തആല ഉപയോഗിച്ച പദം അൻഫുസകും, നിങ്ങളെ തന്നെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള സംസാരം സംസാരിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ തന്നെ എന്ന് പറയാനുള്ള കാരണം മുസ്ലിമീങ്ങൾ പരസ്പരം ഒരു ശരീരം പോലെ പരസ്പരം സഹോദരങ്ങളായി കാണേണ്ടതുള്ളത് കൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന്റെ തഫ്സീറിൽ ഇവിടെ കുത്തുവാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗീബത്താണ്. തന്റെ സഹോദരന്റെ ന്യൂനതകൾ, തന്റെ സഹോദരന് പറയുന്നത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് പറയുന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ തൊട്ടടുത്ത ആയത്തിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. വളരെ ഗൗരവമുള്ള, അധിക ആളുകളിലും സംഭവിച്ചു പോകുന്ന ഒരു വൻപാപമാണ് ഗീബത്ത് എന്നുള്ളത്. അത് നന്മയുള്ള ആളുകളിൽ പോലും സംഭവിക്കുന്ന, അറിയാതെ സംഭവിച്ചു പോകുന്ന ഗൗരവമേറിയ ഒരു പാപമാണ് ഗീബത്ത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യരുത് പറഞ്ഞു. അടുത്തത് പറഞ്ഞു, വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരിഹാസ പേരുകൾ വിളിക്കരുത്. പരസ്പരം ഒരാളെ കുറിച്ച് അയാൾക്ക് വേദന ഉണ്ടാക്കുന്ന, അയാൾക്ക് ഇഷ്ടമില്ലാത്ത പരിഹാസ പേരുകൾ ഉണ്ടാകും. അങ്ങനെ ആ പേരുകൾ നിങ്ങൾ വിളിക്കുകയും ചെയ്യരുത്. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ഈമാനിന് ശേഷം എന്ത് മോശമാണ് ഇതുപോലെയുള്ള ഈ പേരുകളെല്ലാം വിളിക്കുന്നത്, എന്ത് മോശമായ കാര്യമാണ് എന്ന് അല്ലാഹു തആല പറയാം. അപ്പോൾ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവനവന്റെ സ്വഭാവം കൊണ്ടും സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും എല്ലാം പ്രത്യേകതയുള്ളവനാണ്.
അതുകൊണ്ട് മറ്റുള്ള മുഅ്മിനീങ്ങളോടുള്ള കടമകളിൽപ്പെട്ടതാണ് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കളിയാക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ അവനെക്കുറിച്ച് ഗീബത്ത് പറയാൻ പാടില്ല എന്നത്, അവനെ പരിഹാസപ്പേര് വിളിച്ച് കുറ്റപ്പെടുത്തുന്ന വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. ഇതെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് വമൻ ലം യതുബ് ഫഉലൈക ഹുമുദ് ദാലിമൂൻ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകൾ അവർ തൗബ ചെയ്യുന്നില്ല എങ്കിൽ അവനാണ് അക്രമികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കുറവുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. എന്തെങ്കിലും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങാൻ വളരെ ധൃതി കാണിക്കുന്ന ആളുകളായിരിക്കണം യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് പറയുന്നത്. അടുത്ത ആയത്തിൽ, ഈ ആയത്തിന്റെ തൊട്ടുശേഷമുള്ള സൂറത്തുൽ ഹുജറാത്തിലെ തന്നെ 12ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനദ്ദൻ ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ. നിങ്ങൾ ഊഹത്തിൽ നിന്ന് ധാരാളം നിങ്ങളത് ഒഴിവാക്കുക. ഊഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഊഹമുണ്ടാകും. അതായത് ഒരാൾക്ക് അതുമായി ഒരു ബന്ധം തന്നെ ഉണ്ടാവില്ല, അതിന്റെ പേരിൽ ഊഹിക്കുന്നുണ്ടാവും. അത് വളരെ ഗൗരവമുള്ളതാണ്, അത് കളവായി മാറുന്ന കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഊഹം ഉണ്ടാവും. അതായത് ഒരാളെ കുറിച്ച് നമുക്ക് ഏറ്റവും അധികം അറിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ തോന്നുന്ന ഊഹം എന്നുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഹഖീഖത്തിലുള്ളത് അത് ശരിയായിരിക്കാം. മൂന്നാമത്തെ ഒരു തരം ഊഹം എന്ന് പറഞ്ഞാൽ ഖരീനത്തായിട്ട്, അതായത് ഒരാളിൽ നിന്ന് മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ അങ്ങനെ ആകാം എന്ന് നമ്മൾ ആ താരതമ്യം ചെയ്തുകൊണ്ട് ഊഹിക്കുക എന്നുള്ളത്. അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പൊ ഇതിൽ ഹഖീഖത്തായിട്ടുള്ള നമുക്ക് ഏകദേശം ഉറപ്പായി വരുന്ന വന്നും അല്ലെങ്കിൽ മുമ്പുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഊഹിക്കുക എന്നുള്ളതും അത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് ഖുർആനിൽ തന്നെയും പല സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായതും അത് അനുവദനീയമായിട്ടുള്ള മേഖലകളുണ്ട്. എന്നാൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു കാര്യവുമില്ലാത്ത രീതിയിൽ ഊഹിക്കുന്നത് കാണാം, തെറ്റായ രീതിയിൽ ഇത് ഊഹിക്കുന്നത് കാണാം. കാരണം അത് നയിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും യോജിക്കാത്ത പ്രവർത്തനങ്ങളിലേക്കും സംസാരങ്ങളിലേക്കും അതുപോലെ ഒരു മുസ്ലിമിനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്നതിലേക്കും പരസ്പരം ബന്ധവിച്ഛേദനത്തിലേക്കും പലതിലേക്കും നയിക്കും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഊഹങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തഗാഫുലാണ്, അത് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു മുഅ്മിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി, അതിങ്ങനെ നമ്മൾ അത് വിചാരിച്ച് നോക്കാതെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ അല്ലെങ്കിൽ മുഅ്മിനെ കുറിച്ച് അങ്ങനെ ഊഹിക്കാതെ അത് ഒഴിവാക്കി വിടുകയാണ് വേണ്ടത്. അപ്പൊ ആ ലന്നിനെ നിങ്ങൾ ഒഴിവാക്കണം. ലന്നിൽ പലതും അത് പാപമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് വലാ തജസ്സസു, നിങ്ങൾ നിങ്ങളുടെ മുസ്ലിമായ ഒരു സഹോദരന്റെ ഔറത്തുകൾ, ന്യൂനതകൾ തികഞ്ഞന്വേഷിക്കുന്ന ആളുകളാവരുത്. ബാഹ്യമായിട്ടുള്ളതിനപ്പുറത്തേക്ക് അവനെന്താ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇതാണോ അതാണോ എന്ന നിലക്ക് ഒരാളുടെ കുറവുകൾ, ഒരു മുസ്ലിമിന്റെ കുറവുകൾ തികഞ്ഞന്വേഷിക്കുന്ന, അത് ആളുകൾക്ക് മുമ്പിൽ വെളിവാക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ നടക്കുന്ന ആളായി നിങ്ങൾ മാറാൻ പാടില്ല. കാരണം അത് വലിയ കുഴപ്പങ്ങളിലേക്കാണ് എത്തിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിങ്ങളൊരു മുസ്ലിമിന്റെ ന്യൂനത നോക്കി നടക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളുടെ ന്യൂനത നോക്കാൻ നടക്കും. അത് പിന്നെ നിങ്ങൾ വീടിനകത്താണെങ്കിലും അള്ളാഹു അത് വെളിവാക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളതാണ് മറ്റൊരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞു. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. നിങ്ങളിൽ മറ്റു ചിലരെ പറ്റി ഗീബത്ത് പറയരുത്. സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത, എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ് വലൗ കാന ഫീഹി, നിന്റെ സഹോദരനെ കുറിച്ച് നീ പരാമർശിക്കലാണ് അവന് ഇഷ്ടമില്ലാത്ത കാര്യം, അത് അവനിൽ ഉള്ളതാണെങ്കിലും. ആ ഒരു സ്വഭാവം, ആ ഒരു പെരുമാറ്റം, ഒരു കാര്യം അവനുള്ളതാണെങ്കിലും, അവനുള്ള കാര്യമായിരിക്കും. പക്ഷെ ആ ഉള്ള കാര്യം അതിങ്ങനെ പറയുന്നത് സഹോദരൻ ഇഷ്ടമില്ല എങ്കിൽ അത് പറയലാണ് ഗീബത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ നമ്മൾ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും, വൻപാപിയായി മാറും, വളരെയധികം അപകടത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് ഗീബത്ത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗീബത്തിന് നൽകാവുന്ന ഏറ്റവും നല്ലൊരു ഉപമ കൂടി നൽകുകയാണ്. അല്ലാഹു ചോദിക്കുകയാണ്, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ നിങ്ങളുടെ സഹോദരന്റെ ശവശരീരം, ആ മാംസം അത് പച്ചക്ക് തിന്നാൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമോ? അതായത് ആ ശവശരീരം തിന്നുക എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണോ? ഫകരിഹ്തുമൂ, നിങ്ങളത് വെറുക്കുന്നു. അതേപോലെയാണ് ഗീബത്ത്.
ഒരു ആളെ കുറിച്ച് ഗീബത്ത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ മാംസം തിന്നുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് ഗീബത്ത്. നിങ്ങളത് വെറുക്കുന്നു, അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ തവ്വാബുൻ റഹീം, അള്ളാഹു തവ്വാബും റഹീമുമാണ്. അഥവാ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറ്റിപ്പോകുന്നുണ്ടെങ്കിൽ തൗബ ചെയ്ത് അള്ളാഹുവിനോട് കാരുണ്യത്തെ ചോദിച്ച് മടങ്ങണം എന്നറിയിക്കാനാണ് ഈ നാമങ്ങൾ കൊണ്ട് ഈ ആയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഗീബത്ത് എന്നുള്ളത് വൻപാപത്തിൽ പെട്ടതാണ്, അത് മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പറയാണ്. അതുപോലെ ഒരു മുസ്ലിമിന്റെ ന്യൂനത തികഞ്ഞ് അന്വേഷിക്കുന്ന, അവനെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ, അവനെങ്ങനെയാണോ ഇങ്ങനെയാണോ ആ നിലക്ക് അന്വേഷിക്കാൻ പാടില്ല. ഊഹം എന്നുള്ളത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഊഹങ്ങൾ അത് ഒഴിവാക്കേണ്ടതാണ്. അത്രയും ബോധ്യപ്പെടുന്ന ഊഹങ്ങൾക്കാണ് എന്തെങ്കിലും സ്ഥാനമുള്ളൂ. അടുത്ത ആയത്ത് സൂറത്തുൽ ഹദീദിലെ 28ാമത്തെ ആയത്താണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ച് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അധികം മുഫസ്സിരീങ്ങളും ഈ ഖിതാബ് ഇവിടെ മുഅ്മിനീങ്ങൾ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അഹ്ലുൽ കിതാബിൽപ്പെട്ട മുഅ്മിനീങ്ങളാണ്. അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിലും ഈസാ നബി അലൈഹി ഇസ്ലാമിലും യഥാർത്ഥ രൂപത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളെയാണ് ഈ ആയത്തിൽ വിളിക്കുന്നത് എന്ന് ധാരാളം മുഫസ്സിരീങ്ങൾ പറഞ്ഞു. എന്നാൽ മുഅ്മിനീങ്ങളും അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുള്ളവരും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അഹ്ലുൽ കിതാബുകാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് അധിക തഫ്സീറുകളും. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു, അപ്പൊ ആരെ വിളിക്കുന്നത്? മൂസാ നബി അലൈഹി ഇസ്ലാമിലും ഈസാ നബി അലൈഹി ഇസ്ലാമിലും യഥാർത്ഥ രൂപത്തിൽ വിശ്വസിച്ച അവരോട് പറയുകയാണ് തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വാക്കിലും പ്രവർത്തനത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. വആമിനു ബിറസൂലിഹി, അവന്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കണം. അവിടെ അഹ്ലുൽ കിതാബുകാരാടാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നിങ്ങൾ വിശ്വസിക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, ഈസാ നബി അലൈഹി ഇസ്ലാം വിശ്വസിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ യുഅ്തികും കിഫ്ലൈനി മിൻ റഹ്മതിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് 2 ഇരട്ടി നിങ്ങൾക്ക് ലഭിക്കും, 2 മടങ്ങായി നിങ്ങൾക്ക് ലഭിക്കും. ചില ഹദീസുകളിൽ ഇതേ ആശയം വന്നിട്ടുണ്ട്. അഥവാ ഈസാ നബി അലൈഹി ഇസ്ലാമിലോ മൂസാ നബി അലൈഹി ഇസ്ലാമിലോ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുമ്പോൾ അവർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്നറിയിക്കുന്ന ചില ഹദീസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ പറയാണ് നിങ്ങൾക്ക് ഇരട്ടി, കാരണം അവരിലേക്ക് വന്ന നബിയിലും അവർ വിശ്വസിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവർ വിശ്വസിച്ചു. അത് കാരണത്താൽ ഇനി മുഅ്മിനീങ്ങളോടാണെങ്കിൽ മുഅ്മിനീങ്ങൾക്കും റസൂലുള്ളാഹിയിലുള്ള ഈമാൻ കൊണ്ട് ഇരട്ടി റഹ്മത്ത് ലഭിക്കും. എന്നിട്ട് പറയാണ് വയജ്അൽ ലക്കും നൂറാ, നിങ്ങൾക്കൊരു പ്രകാശത്തെ അള്ളാഹു ഒരുക്കി തരും. വഴികേടിൽ നിന്ന് യഥാർത്ഥ മാർഗത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, പിന്നെ കുഫറിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും തൗഹീദിനെയും സുന്നത്തിനെയും അതുപോലെ വലാലത്തായിട്ടുള്ള ഇരുട്ടായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് ഹക്കിനെ മനസ്സിലാക്കുന്ന ഒരു പ്രകാശത്തെ അല്ലാഹു തആല നിങ്ങൾക്ക് ആക്കി തരും. തംശൂന ബിഹി, അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാം. അഥവാ ദീനിൽ നിങ്ങൾക്ക് അതിലൂടെ അള്ളാഹുലേക്ക് അടുക്കുന്ന കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാം. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുകയും ചെയ്യും. ഈമാൻ എന്നുള്ളത്, യഥാർത്ഥ ഈമാൻ എന്നുള്ളത് പാപങ്ങൾ പൊറുക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള പല കാരണങ്ങളും നമ്മൾ അന്വേഷിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. ഇപ്പോ ഇസ്തിഗ്ഫാർ പാവം പൊറുക്കാനുള്ളതാണ്, പിന്നെ സദഖ പാവം പൊറുക്കാനുള്ളതാണ്, നിസ്കാരം പാവം പൊറുക്കാനുള്ളതാണ്, ഓരോ ഇബാദത്തുകൾക്കും ഉണ്ട്. എന്നാൽ പാപം പൊറുക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം യഥാർത്ഥ ഈമാനാണ്, യഥാർത്ഥ വിശ്വാസമാണ്. അത് എത്രത്തോളം ഒരാൾ കുറക്കുന്നുവോ അത് പാപങ്ങൾ പൊറുക്കാനുള്ള കാരണത്തെ കൂടുതൽ ശക്തമാക്കും. അപ്പോ അത് ഈ റസൂലിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറും റഹീമുമാണ് എന്ന്. അപ്പൊ ഈ ആയത്തിൽ മുഅ്മിനീങ്ങൾ കൊണ്ടുള്ള ഖിതാബ് പ്രത്യേകിച്ചും അഹ്ലുൽ കിതാബിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിലും ഈസാ നബി അലൈഹി ഇസ്ലാമിലും വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ. അവരോട് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ 2 ഓഹരി റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും, അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ ഒരു പ്രകാശം ലഭിക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മുജാദിലയിലെ 9ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഇതിനു മുമ്പുള്ള ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം പറയാണ്. അഥവാ മുനാഫിഖീങ്ങൾ മുഅ്മിനീങ്ങൾക്കെതിരെ മുഅ്മിനീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ രഹസ്യമായി ഗൂഢാലോചനകൾ നടത്താറുണ്ടായിരുന്നു. നജ്വ, രഹസ്യമായിട്ടുള്ള കാഴ്ചകളും അതുപോലുള്ള കാര്യങ്ങൾ നടത്താറുണ്ടായിരുന്നു.
ചിലപ്പോൾ ഇസ്ലാമിലെ ശത്രുക്കളായിട്ടുള്ള ആളുകളുമായിട്ടും കൂടിയിരുന്ന് അതുപോലെയുള്ള കൂടിയാലോചനകൾ നടത്തുന്ന, രഹസ്യ സംഭാഷണങ്ങൾ നടത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ തനാജൈതും ഫലാ തതനാജൗ ബിൽ ഇസ്മി വൽ ഉദ്വാനി വമഅസിയത്തിർ റസൂൽ. നിങ്ങൾ രഹസ്യമായിട്ടുള്ള ഗൂഢാലോചനകൾ, അതുപോലെ മീറ്റിങ്ങുകൾ, അങ്ങനെ കൂടിയെന്ന് സംസാരിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും പാപത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ശത്രുതയുണ്ടാക്കുന്ന അങ്ങനെയുള്ള വിഷയങ്ങളിലോ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നതിലോ നിങ്ങൾ കൂടിയാലോചിക്കരുത്. നിങ്ങൾ അതുപോലെയുള്ള രഹസ്യമായ കൂടിയാലോചന എന്നാൽ രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ, അങ്ങനെയുള്ള രഹസ്യമായിട്ടുള്ള കൂടിയാലോചനകൾ നിങ്ങൾ നടത്തരുത്. എന്നിട്ട് പറയാണ് തനാജൗ ബിൽ ബിർരി വത്തഖ്വ. നിങ്ങൾ അങ്ങനെ നടത്തുകയാണെങ്കിൽ, രഹസ്യമായ ചർച്ചകൾ നടത്തുകയാണെങ്കിൽ എന്ത് വിഷയത്തിലായിരിക്കണം? പുണ്യമായിട്ടുള്ള എന്തെങ്കിലും വിഷയം, ഒരാളുകളെ സഹായിക്കാനോ നന്മ കൽപ്പിക്കാനോ തിന്മ വിരോധിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ വത്തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കണം. എന്നിട്ട് പറഞ്ഞു വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അല്ലദി ഇലൈഹി തുഹ്ശറൂൻ, ആരിലേക്കാണോ നിങ്ങൾ മടക്കപ്പെടുന്നത് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയത്ത് പറയാനുള്ള ഒരു സാഹചര്യം, മുനാഫിഖീങ്ങൾ രഹസ്യമായിട്ടുള്ള ഇതുപോലുള്ള സംഭാഷണങ്ങൾ മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കാൻ, വേദനിപ്പിക്കാൻ വേണ്ടി പിശാചിന്റെ പ്രേരണയാൽ പിശാച് മുഅ്മിനീങ്ങൾ ദുഃഖിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ ഈ ചർച്ചകൾ ചെയ്ത വിഷയം പറയുന്നിടത്ത് മുഅ്മിനീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതുപോലുള്ള രഹസ്യ സംഭാഷണങ്ങൾ, കൂടിയാലോചനകൾ, അതുപോലുള്ള കാര്യങ്ങൾ നന്മക്ക് വേണ്ടിയായിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തെറ്റിന് വേണ്ടിയിട്ടോ ഒരു പാപത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നടത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മുജാദിലയിലെ തന്നെ 11ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പൊതുവായിട്ടുള്ള ഒരു അദബായിട്ടുള്ള ഒരു മര്യാദ പഠിപ്പിക്കുകയാണ്. സദസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ. ഇസ്ലാമിന്റെ മഹാസിനുകളിൽ, മേന്മകളിൽപ്പെട്ട ഒരു കാര്യമാണ് ഓരോ സന്ദർഭത്തിലും പാലിക്കേണ്ട അദബുകൾ നമുക്ക് ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെല്ലാം അദബുകൾ, കിടന്നുറങ്ങുന്ന സമയത്ത് എന്തെല്ലാം അദബുകൾ, മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് എന്തെല്ലാം അദബുകൾ, അതുപോലെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്, മസ്ജിദിൽ കയറുന്ന സമയത്ത്, ഓരോ സന്ദർഭത്തിലുമുണ്ട്. ഇതിൽ സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇത് പൊതുവെയുള്ള മജ്ലിസുകൾക്ക് ബാധകമാണെങ്കിൽ കൂടി ഇത് പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുള്ള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെന്താണ് അള്ളാഹു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസ് ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. നിങ്ങളൊരു സദസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സദസ്സിൽ ആരെങ്കിലും പുതുതായി വന്നു, അപ്പൊ ആ സദസ്സിൽ ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടി, ഒരു വിശാലത നൽകാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വിശാലത നൽകുക. അത് സദസ്സിൽ ഇരിക്കുകയാണ്, അപ്പോൾ ഒരാൾ വന്നു, അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ അവിടെ സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ ആ രീതിയിലൊന്നും മാറിയിരുന്നാൽ ഒരു സ്ഥലം ഉണ്ടാവും. ഇരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന നിലക്കല്ല, അല്ലാതെ തന്നെ സൗകര്യപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെ സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ഒരാൾ കൂടി ഇരിക്കാൻ പറ്റുന്ന, അത് ഏതൊരു മജ്ലിസും, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസുകളിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. അതിന്റെ പ്രതിഫലം എന്താ പറഞ്ഞത്? ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്കും അതുപോലുള്ള വിശാലതകൾ നൽകും. അതായത് അള്ളാഹുവിന്റെ സുന്നത്താണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ചെയ്ത പ്രവർത്തനം എന്താണോ അതിനനുസരിച്ച് അതേ പോലുള്ള പ്രതിഫലം അള്ളാഹു നൽകും എന്നുള്ളത്. അത് നന്മക്കും അതുപോലെ ഉണ്ടാകും, പാപങ്ങൾക്കും അതുപോലെ ഉണ്ടാകും. ഇപ്പോഴെന്താ? നിങ്ങൾ വിശാല നൽകിയാൽ അള്ളാഹു നിങ്ങളോട് വിശാല നൽകും. ഒരു മുഅ്മിനിന്റെ ഞെരുക്കം തുറവി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്കും തുറവി നൽകും. ഒരു മുഅ്മിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ നിങ്ങളുടെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കും. നന്മക്ക് അതുപോലെയുള്ളത്, പാപങ്ങൾക്ക് അതുപോലെ തന്നെയാണ്. പാപത്തിന് ഇസ്ലാമിൽ ഹദ്ദുകൾ പരിശോധിച്ചാൽ തന്നെ ഇപ്പൊ വ്യഭിചാരത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകൾ കൊണ്ട് ശരീരം മൊത്തം കൊള്ളുന്ന രീതിയിൽ എറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണ് അവിവാഹിതനായ വ്യഭിചാരിയുടെ മേലെ ശിക്ഷ. കാരണം അവൻ ആ ശരീരം കൊണ്ട് മുഴുവൻ അനുഭവിച്ച ആസ്വാദനത്തിന് ആ തരത്തിലുള്ള ശിക്ഷ അവൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഓരോ കാര്യത്തിനും അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രതിഫലമാണ് അള്ളാഹു തആല നിശ്ചയിക്കുക. അപ്പൊ അതിൽപ്പെട്ട കാര്യമാണ് ഇങ്ങനെ സദസ്സിൽ മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് വിശാലത നൽകുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകും. അത് എല്ലാ മേഖലയിലും ആ വിശാലത ഉണ്ടാകും. അതുപോലെ തന്നെ പറയാണ് വഇദാ ഖീല ഇൻശുസു ഫൻശുസു, നിങ്ങളോട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും വേണം.
എഴുന്നേൽക്കാൻ പറഞ്ഞാൽ കൊണ്ട് ഉദ്ദേശം ഒന്നെങ്കിൽ ആ വിശാലത ഒരുക്കാൻ വേണ്ടി ഒന്നുകൂടി ആളുകളെ നേരാവണ്ണം ഇരുത്താൻ വേണ്ടി എഴുന്നേൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കണം എന്നുള്ള അർത്ഥം. ചില മുഫസ്സിരിങ്ങൾ ഇതിനെ പറഞ്ഞത് നിസ്കാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജിഹാദിന് വേണ്ടിയിട്ടോ നിങ്ങൾ പുറപ്പെടണം, എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി എഴുന്നേൽക്കണം എന്നുള്ള ആശയത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ്, അതായത് പ്രധാനപ്പെട്ട ഒരു രീതിയിലാണ്. കാരണം ഇതുപോലെയുള്ള അദബുകളും ഇതുപോലെയുള്ള നല്ല സ്വഭാവങ്ങളും നല്ല പെരുമാറ്റങ്ങളും എല്ലാം ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ അടിസ്ഥാനം എന്താണ്? അല്ലാഹു പറയാണ്, യർഫഇല്ലാഹുൽ ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ ഈമാനുള്ളവരെയും ഇൽമുള്ളവരെയും അല്ലാഹു ദറജകൾ ഉയർത്തും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അഥവാ ഒരാളുടെ സ്വഭാവം നന്നാവുക, നല്ല പെരുമാറ്റം ഉണ്ടാവുക, അതെല്ലാം ഒരാളുടെ ഈമാനിന്റെയും ഇൽമിന്റെയും അടയാളങ്ങളാണ് എന്നാണ് ഈ ആയത്ത് ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുക, അയാൾക്ക് ഇൽമുണ്ടാവുക എന്നുള്ളതിന്റെ അടയാളങ്ങളാണ് ഇതുപോലെയുള്ള ഓരോ അദബുകളും മര്യാദകളും അങ്ങനെയൊക്കെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്. അപ്പൊ ഇതിൽ ഈമാനിന്റെ ഫദ്ല് പറഞ്ഞു, ഇൽമിന്റെയും ഫദ്ല് പറഞ്ഞു. അതും ഈ ആയത്തിന് മനസ്സിലാക്കാം. ഈമാൻ എന്നുള്ളത് അറിയാം, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഉന്നതമായ സ്ഥാനം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളിൽ ഒരാളുടെ ദറജ ഉയർത്തുന്ന, സ്ഥാനം ഉയർത്തുന്ന കാര്യമാണ് ശർഈയായ ഇൽമ്, അറിവുള്ളവനാവുക എന്നുള്ളത്. നമുക്കറിയാം ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും താഴ്ന്ന ഒരു വ്യക്തിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് നിങ്ങളിലുള്ള ഒരു ആബിദും ഒരു ആലിമും തമ്മിലുള്ള വ്യത്യാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. അതുപോലെ പൂർണ്ണ നിലാവുള്ള ഒരു രാത്രിയിൽ മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുണ്ടാകുന്ന ആ സൗന്ദര്യവും പ്രത്യേകതയും പോലെയാണ് ആബിദിനേക്കാൾ ആലിമിനുള്ള ശ്രേഷ്ഠത എന്നുള്ളത്. കാരണം ആബിദ് എന്നുള്ളത് അവൻ കുറെ ഇബാദത്തുകൾ നിർവഹിക്കും, അവൻ ആ ഇബാദത്തുകൾ തെറ്റ് സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവനാണ്. അല്ലെങ്കിൽ ആ ഇബാദത്തുകളെ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ അതിനെ കുറിച്ച് അവന് ഇൽമുണ്ടാവില്ല. എന്നാൽ ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏത് ഇബാദത്ത് കൊണ്ടാണ് കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കേണ്ടത്, എങ്ങനെയാണ് കൂടുതൽ പ്രതിഫലം നേടേണ്ടത്, ഏതാണ് ശരിയായ ഇബാദത്ത്, ഏതാണ് അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകുന്നത്, എങ്ങനെയാണ് ഇബാദത്ത് പൊളിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുക, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിവുണ്ടാവും. അതുകൊണ്ട് ഒരു ആബിദ് ഒരുപാട് ചെയ്യുന്നതിനേക്കാൾ ഒരു ആലിമിന് കുറഞ്ഞ നേരം കൊണ്ട് ആ പ്രതിഫലം നേടിയെടുക്കാൻ അവന് അറിവുണ്ടാകും. അതാണ് ഇൽമിന്റെ ശ്രേഷ്ഠത. ഇൽമിന്റെ ഫദ്ല് ധാരാളമാണ്. 140 എത്രയോ ഫദ്ലുകൾ മാത്രം എണ്ണി പറഞ്ഞ ഒരു കിതാബാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മിഫ്താഹു ദാരിസ് സഅദയുടെ ഒന്നാമത്തെ വോളിയത്തിൽ ധാരാളം ഇൽമിന് ഉള്ള ഫദ്ലുകൾ എണ്ണി പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ദീന് കേൾക്കുക, പഠിക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മാറ്റണം. ഒരു ദിവസത്തിൽ ചുരുങ്ങിയ ഒരു ഇൽമെങ്കിലും, ഒരു ആയത്തിന്റെ ആശയമോ അല്ലെങ്കിൽ ഒരു ഹദീസിന്റെ ആശയമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദീന്റെ ഏതെങ്കിലും ഓരോ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഉയരാൻ സാധിക്കുകയുള്ളൂ. അതായത് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ അടുക്കൽ ദറജകൾ ഉയരണമെങ്കിൽ ഇൽമുണ്ടാവണം, എങ്കിൽ മാത്രമേ ആ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ ആയത്തിൽ ഈമാനിന്റെയും അതിൽ ഇൽമിന്റെയും ഫദ്ലിനെ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. സൂറത്തുൽ മുജാദിലയിലെ അവസാനത്തെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് തുടങ്ങുന്ന ആയത്ത് കൂടി പറയുകയാണ്. സൂറത്തുൽ മുജാദിലയിലെ 12ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നാജയ്തുമുർ റസൂല, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലുമായി രഹസ്യമായിട്ട് എന്തെങ്കിലും ഒരു സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖ, നിങ്ങൾ ആ രഹസ്യ സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും സ്വതക്ക നൽകണം, ഏതെങ്കിലും സാധുക്കൾക്ക് സ്വതക്ക നൽകണം എന്ന് പറഞ്ഞു. ദാലിക ഖൈറുൻ ലക്കും വഅത്ഹർ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളതും ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളതും. ഫഇല്ലം തജിദു, നിങ്ങൾക്ക് സ്വതക്ക നൽകാൻ ഒന്നുമില്ല എങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറും റഹീമുമാണ് എന്നുള്ളത്. ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതുവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പറയുന്നത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ലഭിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടിയാലോചന നടത്താനും സംസാരിക്കാനും ആളുകൾ വരാറുണ്ട്. അപ്പോ ചില ആളുകൾ അത് ആവശ്യമുള്ള ആളുകളായിരിക്കും, എന്തെങ്കിലും അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. ചില ആളുകൾ ഒരു ആവശ്യവുമില്ലാതെ
അവർ വെറുതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയം ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യവുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരത്തിനായി വരും. അപ്പൊ അതൊന്ന് കുറക്കാൻ വേണ്ടി, അതൊന്നും നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നിബന്ധന ഇറക്കിയതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രഹസ്യമായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഏതെങ്കിലും സാധുക്കൾക്ക് എന്തെങ്കിലും സ്വതക്ക നൽകിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ വരാൻ പാടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അനാവശ്യമായി സംസാരിക്കുന്ന ആളുകൾ അതിന് ഒഴിവാകും. ആവശ്യമുള്ള ആളുകൾ ആ സ്വതക്ക നൽകിയിട്ട് സംസാരിക്കാൻ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഇറക്കിയത്. അതോടൊപ്പം അല്ലാഹു തആല പറഞ്ഞു ഫഇല്ലം തജിദു, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല എങ്കിൽ അല്ലാഹു ഗഫൂർ റഹീമുമാണ് എന്ന്. പക്ഷെ തൊട്ടടുത്ത ആയത്തിൽ തന്നെ ഈ ആയത്തിൽ പറഞ്ഞ 12ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യം എന്താണോ, വിധി എന്താണോ, അതിനെ നസ്ഖ് ചെയ്തുകൊണ്ടാണ് തൊട്ടടുത്ത ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ആയത്തിൽ പറയാൻ എന്താ, അഷ്ഫഖ്തും അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖാത്ത്, നിങ്ങൾക്കൊരു ഞെരുക്കമായി എങ്കിൽ, അഥവാ എല്ലാ സമയത്തും നബിയോട് എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ വരുമ്പോൾ സദഖ കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഫഇദ് ലം തഫ്അലു വതാബല്ലാഹു അലൈക്കും, നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ തൗബ സ്വീകരിക്കുന്നു എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ അത് ആവശ്യമില്ല, വളരെ കുറഞ്ഞ നേരം ഇറങ്ങിയ ഒരു വിധിയാണത്. അതായത് ഈ 12ാമത്തെ ആയത്ത് ഇറങ്ങി അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ നേരം കൊണ്ട് തന്നെ ആ നിയമത്തെ നസ്ഖ് ചെയ്തിട്ട് അടുത്ത ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ചില തഫ്സീറുകളിൽ കാണാം അലി റളിയല്ലാഹു അൻഹു മാത്രമാണ് ഈ ഒരു കൽപ്പനയുടെ പേരിൽ എന്തെങ്കിലും സദഖ കൊടുത്തിട്ടുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി സദഖ കൊടുത്തത് അലി റളിയല്ലാഹു അൻഹു മാത്രമാണ്. അപ്പോൾ തന്നെ ഇതിന്റെ നിയമം മാറ്റിയിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലക്കാരൻ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ആ നിയമത്തെ നസ്ഖ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആ സംസാരത്തിന് വേണ്ടി, ആ ഒരു നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കിയ ഒരു നിയമമായിരുന്നു അത്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.